വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരോടും ഞാൻ അന്നേ ബോംബെ പോകുന്നുണ്ടെന്ന് പറയുന്നത്, പക്ഷേ ലോങ് വീഡിയോക്ക് കുറേ ആൾ ചോദിച്ചിരുന്നു. പിന്നെ എഡിറ്റ് ചെയ്യാനും മടി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ട് വെച്ചു. ബോംബെ പോകുന്നത് ഫ്ലൈറ്റിലാവും, പിന്നെ ആ ഒരു സന്തോഷം പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നമ്മൾ കണ്ണൂർ എയർപോർട്ടിലെത്തി. കണ്ണൂർ എയർപോർട്ടിൽ കുറച്ച് സമയം നിന്നിട്ട് നമ്മൾ പ്ലെയിന് കയറാൻ വേണ്ടിയിട്ട് ലഗേജിൽ എടുത്തിട്ട് പോയി. ഞാൻ എൻ്റെ പാപ്പാൻ്റെ ഫാമിലീൻ്റെ ഒപ്പരാണ് കേട്ടോ പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഉപ്പാൻ്റെ സിസ്റ്ററും ഉപ്പാൻ്റെ പാരൻസും എല്ലാം അവിടെ ഉണ്ട്. അതുകൊണ്ട് അമ്മ അവരെല്ലാം കൂട്ടാന്ന് വെച്ചിട്ടാണ് പോകുന്നത്. ബാപ്പാൻ്റെ 3 സിസ്റ്ററിൽ 3 സിസ്റ്ററാണ് ബോംബെയിലുള്ളത്. ബാക്കിയുള്ള 2 സിസ്റ്ററും നമ്മളപ്പുറം മുംബൈയിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഉപ്പാൻ്റെ ബ്രദറിൻ്റെ വൈഫും അവരുടെ മക്കൾ, പിന്നെ നമ്മളെ ഫാമിലിയും കൂടിയിട്ടാണ് പോകുന്നത്. പിന്നെ ഒരു ബ്രദറും കൂടി ഉണ്ട്. അവർ അബുദാബിയിൽ നിന്ന് നേരെ മുംബൈയിൽ വന്നു. ഫ്ലൈറ്റിൽ നിന്ന് മാഷാഅല്ലാഹ് നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ മുംബൈയിലേക്ക് എത്തിയത്. ഫ്ലൈറ്റ് പൊന്തുമ്പോൾ ആകാശത്തൊട്ടിൽ കയറിയ ഒരു എന്താ പറയുക എക്സ്പെക്റ്റേഷൻ ആയിരുന്നു ഉണ്ടായത്. പിന്നെ വിൻഡോ സീറ്റിൽ അടി കഴിഞ്ഞോ ചോദിച്ചാൽ അടി കഴിഞ്ഞു കേട്ടോ. പിന്നെ റിസാൻ നേരെ ഉപ്പാൻ്റെ അടുത്തേക്ക്, ഉപ്പാൻ്റെ സീറ്റിൻ്റെ അടുത്ത് വിൻഡോ സീറ്റിലേക്കും കൂടി പോയി. പിന്നെ ഞാൻ തന്നെയായിരുന്നു ബാക്കിയുള്ള സമയത്തിൽ വിൻഡോ സീറ്റിലിരുന്നത്. നമ്മൾ ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് പോയത്. ആടുന്ന് പിന്നെ കാഷ്യൂ നട്ട്സും പിന്നെ എന്തോ ചിക്കൻ റൈസും കൂടി തിന്നിന് കേട്ടോ. അത് എന്താ പറയുക, ബിരിയാണീൻ്റെ ഒരു വേറെ ടൈപ്പ് എന്ന് പറയാം. ഫ്ലൈറ്റ് പൊന്തിയപ്പോൾ ഞാൻ അങ്ങനെ പേടിച്ചിട്ടൊന്നുമില്ല. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ആകാശത്തൊട്ടിൽ കയറിയ ഫീൽ ഉണ്ടായി. പക്ഷേ നല്ല രസമുണ്ടായി, നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ താഴെ നോക്കുമ്പോൾ എന്താ പറയുക ഭയങ്കര നല്ല രസമുണ്ടായി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ ഈ പ്ലെയിന് താഴ്ന്നു പോകുന്ന കാണുമ്പോൾ ഭയങ്കര സ്പീഡിലായിട്ടില്ല തോന്നുന്നു, പക്ഷെ ഫ്ലൈറ്റ് കയറി ഇരിക്കുമ്പോൾ പതുക്കെ പോകുന്ന പോലെയാണ് കേട്ടോ തോന്നുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇത് ലാൻഡിങ്ങിൻ്റെ ടൈമും ആകാശത്തൊട്ടിൽ കയറിയ പോലെ ഉണ്ടായി. പക്ഷെ എനിക്ക് എന്തോ പേടിയായിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും ലഗേജെല്ലാം എടുത്തിട്ട് മുംബൈത്തെ എയർപോർട്ടിലെത്തി. അവിടെ നല്ല എന്താ പറയുക എന്തെല്ലാം വിൽക്കുന്ന സ്ഥലങ്ങളിലുണ്ട് കേട്ടോ. ഇതെൻ്റെ ആപ്പാൻ്റെ വൈഫ്, പിന്നെ കയ്യിലുള്ളത് ആപ്പാൻ്റെ മോളാണ് ഷെൻസക്കുട്ടി. പിന്നെ നമ്മൾ ആടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഉപ്പാൻ്റെ സിസ്റ്ററിൻ്റെ മക്കളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം ആടെ ഇടയിൽ നടന്ന് നനച്ച് വെറുതെ ഷെൻസനെ ഇങ്ങനെ ചൊറയാക്കുക, നല്ല രസമുണ്ട്. ഇതറിയില്ല അമ്മയുടെ എത്തലും എന്താണ് മഴ പെയ്യലല്ലോ ഇടിയും മിന്നലെല്ലാം ആയിട്ട്. അങ്ങനെ എൻ്റെ പെറ്റുവിൻ്റെ മോള് വന്നു, ഫാത്തിമ, പിന്നെ മോനും കൂടിയിട്ട് വന്നിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഹോട്ടലിൽ ഒരു മാളിൽ ഹോട്ടലിൽ റൂം എടുത്തിട്ടായിരുന്നു നിന്നത്, ഹോട്ടൽ ബെല്ലാമോണ്ട്. ആ ഒരു ഹോട്ടൽ നമ്മളെ ഫാമിലിക്ക് എല്ലാവർക്കും കൂടിയിട്ട് 3 റൂമേനു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കുറച്ച് വീഡിയോയിലെടുത്തിന് കേട്ടോ. നമ്മൾ ബെല്ലടിച്ചിട്ടാണ് ഉള്ളിൽ കയറലാക്കലല്ലോ. നമുക്ക് പറ്റുന്ന പോലെ ഏകദേശം എല്ലാ വീഡിയോസും എടുത്തിന്. പിന്നെ ഒരു ബാത്റൂം ടൂർ പോലെ ഇതും കൂടി എടുത്തു കിട്ടാം. നമുക്ക് പറ്റുന്ന പോലത്തെ വീഡിയോസെല്ലാം എടുത്തിന്. പിന്നെ ചില വീഡിയോസെല്ലാം എടുക്കാൻ ഞാൻ മറന്നു പോയിട്ടുണ്ട്. പിന്നെ ഇവരെല്ലാം നിയന്ത്രിക്കൽ തന്നെ എൻ്റെ പരിപാടി കിട്ടുക, കാരണം ഞാനല്ല മൂത്തത്. പിന്നെ മൂത്ത കസിൻസൊന്നും വന്നിട്ടില്ല, പിന്നെ ഞാനെല്ലാം നോക്കാൻ പറ്റുമോ. നമ്മൾ നിന്ന റൂമിൽ ടിവിയും AC അങ്ങനത്തെ സംഭവമെല്ലാം ഉണ്ടായി. പിന്നെ ഈ ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ ചാവിയല്ല നമുക്ക് അവർ തന്നത്, കാർഡ് വെച്ചിട്ട് റൂമെല്ലാം തുറക്കുന്ന സിസ്റ്റം ഇവിടെ ഉണ്ടായത്. എല്ലാ ബാത്റൂമിൽ പോയിട്ട് നമ്മൾ വീഡിയോസ് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബോംബെ പോയി വന്നതിന് ശേഷം എൻ്റെ സൗണ്ടെല്ലാം മാറി. ഇതേപോലെയാണ് നമ്മൾ ലൈറ്റെല്ലാം ഇട്ടത് കേട്ടോ. പിന്നെ നമ്മൾ ഇത് പിറ്റേ ദിവസം രാവിലെ നമ്മൾ മസാല ദോശയിലും വന്നു. അപ്പം എൻ്റെ ഇളയ ആപ്പയും കൂടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഷെൻസൻ അപ്പനെ പിരാന്താക്കുന്നുണ്ട്. മസാല ദോശയിലും കഴിച്ച് നമ്മളെ ഹോട്ടൽ, നമ്മൾ നിന്ന റൂമിൻ്റെ ഇപ്പുറത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട്, കുറേ ഉണ്ട് കേട്ടോ. മാളിലെല്ലാം നമ്മൾ നിന്നത്. ആടെ നമ്മൾ മസാല ദോശ, ഉഴുന്ന് വട, ചായ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ കഴിച്ച്. ഇത് മുംബൈ കുർലയിലാണ് കേട്ടോ. മോർണിംഗ് ഇതേ അവസ്ഥ ഉണ്ടാവല്. ഇവിടുത്തെ ലിഫ്റ്റെല്ലാം നമ്മൾ ഇങ്ങനെ തുറന്നത് കേട്ടോ. കാരണം നമ്മളെ കേരളത്തിലെ ലിഫ്റ്റും ഈ ഇവിടുത്തെ ലിഫ്റ്റും കൂടിയിട്ട് വ്യത്യാസമല്ലേ. പിന്നെ എൻ്റെ പെറ്റുവിൻ്റെ വീട്ടിൽ പോയി മറന്ന് ഫുഡെല്ലാം കഴിച്ച്. നമ്മൾ കണ്ണൂർക്കാർ എന്താണ് ബാപ്പാൻ്റെ സിസ്റ്ററിനെ പെറ്റു എന്നാണ് കേട്ടോ പറയൽ. പിന്നെ ഈ ഒരു മാളിലാണ് നമ്മളെ റൂമില്ലത് എന്ന് വെച്ചാൽ അവിടെ വെറും എസ്കലേറ്ററിൽ കയറൽ കീയൽ അങ്ങനത്തെ തന്നെ. നമുക്ക് പിന്നെ വേറെ പണിയായിട്ടൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. നല്ല രസമാണ് കേട്ടോ. കാരണം എസ്കലേറ്ററിന് വെച്ചാൽ വെറുതെ നിന്ന് കൊടുക്കല്ല വേണ്ടോ. പിന്നെ നമ്മൾ എന്താണ് വീണ്ടും കട്ടുമ്പോൾ കയറി കീയൽ അങ്ങനത്തെ പരിപാടി നമ്മളെ കൊണ്ട് ആടെ ഉണ്ടായിട്ടില്ല. പിന്നെ നിസ്കരിച്ച് പിന്നെ നമ്മൾ
നമ്മളെ റൂമിൻ്റെ മുകളിൽ പോയിട്ട് എന്തെല്ലോ സാധനങ്ങൾ വാങ്ങിച്ച് എന്തെടുത്താലും 30 റുപ്യ 50 റുപ്യ 100 റുപ്യ 300 റുപ്യ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. കാരണം നമ്മളെ കേരളത്തിനും കാട്ടിയും പകുതി പൈസയ്ക്ക് അവിടെ എല്ലാ സംഭവങ്ങളും ഇല്ല കേട്ടോ. പിന്നെ ഇവർക്ക് ഈ ഒരു ഗെയിമിൻ്റെ ഇത് ഭയങ്കര ഇഷ്ടമായി. ഇതിൽ ഗോട്ടി അങ്ങനത്തെ സംഭവം, ഏണിയും പാമ്പ് അങ്ങനത്തെ ഒരുപാട് ഗെയിംസ് ഉണ്ട്. ഇത് നമ്മളെ റൂമിൻ്റെ പിറഞ്ഞുള്ള ഷോപ്പാണ് കേട്ടോ. അവിടെ എന്തെങ്കിലും രസമുണ്ട്, പക്ഷെ കുറേ റേറ്റ് ആയതുകൊണ്ട് അമ്മാർന്ന് ഗെയിന് ഗൈസ്. അണ്ടർസ്റ്റാൻഡ് സംജായേ. പിന്നെ ഷെൻസിയും ഷിഫാസി, അതാണ് കേട്ടോ. ഷിഫാസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ആമാൻ്റെ ഷെൻസൻ്റെ ഇക്കാക്കിയാണ് കേട്ടോ. പിന്നെ അമ്മ അവിടുന്ന് കീന് വെറുതെ ഫോട്ടോ എടുക്കാൻ പോയതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഓരോരോ സ്ഥലത്തായിട്ട് പോകുന്നുണ്ട്. നമ്മൾ ബോംബെ പോയിട്ട് ഏറ്റവും കൂടുതൽ നടന്നതാണ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. നമ്മൾ വെറും ഷോപ്പിങ്ങിന് വെക്കാന്ന്, കാരണം എൻ്റെ സ്കൂൾ ബാഗ് എല്ലാം ആടുന്നാണ് കേട്ടോ വാങ്ങിച്ചത്. നിങ്ങൾ ബോംബെ പോയി നിങ്ങളെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യട്ടോ. ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പം അതിൽ നോക്കിയാൽ നമുക്ക് എല്ലാ സാധനവും എടുക്കാൻ്റെ മനസ്സ് വരും കേട്ടോ. കാരണം എനിക്ക് അങ്ങനെ തോന്നി. ഇവിടെ എന്തായാലും ലസ്സി അങ്ങനത്തെ സംഭവങ്ങൾ ഇവിടെ കോമൺ ആയിട്ട് ഉണ്ടാവലുണ്ട്. മുംബൈ പോയവർ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സംഭവമാണ് സ്ട്രീറ്റ് ഫുഡ് എന്ന് വെച്ചാൽ. പിന്നെ നമ്മൾ ഇവിടെ നൈറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ആൾക്കൂട്ടാണ്, ഫുള്ള് ലൈറ്റെല്ലാം ആയിട്ട്. കാരണം ഇവിടെ എല്ലാവരും ഫ്ലാറ്റിലാണ് താമസിക്കൽ. ആ ഒരു ഫ്ലാറ്റ് എന്ന് വെച്ചാൽ അത്രയ്ക്കും അടിപൊളിയായിരിക്കും. നൈറ്റിൽ നല്ല എന്താ പറയുക ഒച്ചപ്പാട് എന്ന് വേണമെങ്കിൽ പറയാം, നല്ല രസമാണ്. പിന്നെ നമ്മൾ ഫാത്തിൻ്റെ റൂമിലെത്തിയിട്ട് നമ്മൾ അവിടെ ചായയും പിന്നെ ക്രീം പാവ്, ഹിന്ദിയിൽ ബന്നിന് പാവ് എന്ന് പറയൽ, അങ്ങനെ ക്രീം ബന്നും കൂട്ടിയിട്ട് ചായലും കൂട്ടിയിട്ട് കഴിച്ച്. ഇവിടെ നൈറ്റ് ഭയങ്കര രസമാണ് കേട്ടോ. ഇതേ അവസ്ഥയാണ് ഉണ്ടാവല്. നമ്മൾ നിന്നത് ഈസ്റ്റ് പോയിൻ്റ് കുർല റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പുറത്തെ ഒരു മാളിലാണ് നിന്നത്. അത് ഒരുപാട് ഫ്ലോറില്ല മാളാണ്. നമുക്കിതിന് വേണ്ടിയില്ല വീണ്ടും എസ്കലേറ്ററിൽ കയറൽ, കാരണം ഭയങ്കര രസമാണ് ഇവിടുത്തെ എസ്കലേറ്ററിൽ കയറൽ കീയൽ. പിന്നെ ഓരോരോ ഫ്ലോറില്ലോണ്ട് എല്ലാ ഫ്ലോറത്തെ എസ്കലേറ്ററിലും നമ്മൾ കയറിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് എല്ലാ ദിവസത്തെ വീഡിയോ നല്ലോണം അങ്ങനെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ചെറിയ ചെറിയ ക്ലിപ്സാണ്, ഓർമ്മ വരുന്ന സമയത്ത് ചെറിയ ചെറിയ ക്ലിപ്സാണ് നമ്മൾ എടുത്തിട്ടുണ്ടായത്. പിന്നെ ഇവിടെ പാവ് ബജ്ജി, അതാണ് ഇവിടുത്തെ എന്താ പറയുക ഫേമസ് ഫുഡാണ്. അത് ഇവിടുത്തെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പാവ് ബജ്ജി. പിന്നെ നമ്മൾ വീണ്ടും ഷോപ്പിങ്ങിന് ഇതാക്കി. ഷോപ്പിംഗ് എന്ന് വെച്ചാൽ 1.5 ഷോപ്പിംഗ് ആയിരുന്നു. നമ്മൾ എല്ലാ സാധനവും ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. നമ്മൾ ഇവിടെ 5-6 ദിവസം നിന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ല എക്സ്പീരിയൻസ്, നമുക്ക് നല്ല മെമ്മറീസ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ബൈ.